വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ്. യുവതിയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. 5 വർഷം മുമ്പ് ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തി. പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് കത്രിക കണ്ടെത്തിയത്. 2021 മെയ് 5-നാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇവർ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത്. ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാനായിരുന്നു ഇത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നിരന്തരം വയറുവേദന അനുഭവപ്പെടുകയായിരുന്നു. വർഷങ്ങളായി വേദനയ്ക്ക് മരുന്ന് കഴിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് ബുധനാഴ്ച എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ കത്രിക കണ്ടെത്തിയത്. വയറ്റിൽ കത്രിക കണ്ടെത്തിയതിന് പിന്നാലെ തിങ്കളാഴ്ച ശസ്ത്രക്രിയ ചെയ്ത് കത്രിക പുറത്തെടുക്കാമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. എന്നാൽ വണ്ടാനത്തേക്ക് ശസ്ത്രക്രിയയ്ക്ക് പോകാൻ ഭയമാണെന്നാണ് ചികിത്സാ പിഴവിന് ഇരയായ ഉഷ പറയുന്നത്. ഇടുക്കി മറയൂരിൽ വിനോദസഞ്ചാരി പാറയിൽ നിന്ന് കാൽവഴുതി വീണ് മരിച്ചു. കൊല്ലം ചിതറ സ്വദേശി ദീപക്കാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. കാന്തല്ലൂർ പെരടിപ്പള്ളത്ത് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയപ്പോഴായിരുന്നു സംഭവം. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയതോടെ പാറയിൽ നിന്ന് തെന്നി വീഴുകയായിരുന്നു. 5 അംഗ സുഹൃത്തുക്കളുമായാണ് ദീപക് മറയൂർ സന്ദർശിക്കാനെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തുടർച്ചയായ അപകടങ്ങൾ. ഒരു ജീവൻ പൊലിഞ്ഞതിനു ശേഷം നടപടി. തൃശൂർ കൈപ്പറമ്പിലെ റോഡരികിലെ മരക്കുറ്റി മാറ്റി. തുടർച്ചയായി വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്ന തൃശൂർ കൈപ്പറമ്പിലെ റോഡരികിലെ മരക്കുറ്റി KSTP അധികൃതർ മാറ്റി. കഴിഞ്ഞ ദിവസം മുണ്ടൂർ പഴയങ്ങാടി റോഡരികിലെ മരവും കൈപ്പറമ്പ് ജംഗ്ഷനിലെ മരക്കുറ്റിയും അടിയന്തരമായും നീക്കം ചെയ്യാൻ KSTP എഞ്ചിനീയർ കരാർ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. റോഡരികിലുള്ള മരത്തിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് മരവും മരക്കുറ്റിയും അടിയന്തരമായി നീക്കം ചെയ്യാൻ KSTP എഞ്ചിനീയർ റിജോറിന കരാർ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഭാഗമായാണ് കൈപ്പറമ്പ് ജംഗ്ഷനിലെ മരക്കുറ്റി ഇളക്കി മാറ്റിയത്. ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യുമെന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചു. മുണ്ടൂരിലെ മരം മുറിച്ചു മാറ്റാൻ തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയുടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ്. ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയെ തുടർന്നാണ് നെടുമങ്ങാട് പോലീസ് കേസെടുത്തത്. കണ്ടാൽ അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാർക്കെതിരെയാണ് കേസെടുത്തത്. കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പാലയോട് പന്നിയോട്ട് കടവിലുള്ള വീട്ടിലാണ് ചടങ്ങുകൾ നടന്നത്. നവകേരള സർവേയിലെ സർക്കാരിന്റെ അപ്പീൽ. സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയുമായി കോൺഗ്രസ്. നവകേരള സർവേയിലെ ഹൈക്കോടതി വിധിക്കെതിരായ സർക്കാരിന്റെ അപ്പീലിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയുമായി കോൺഗ്രസ്. എതിർകക്ഷികളുടെ ഭാഗം കേൾക്കാതെ ഇടക്കാല ഉത്തരവ് ഇറക്കരുതെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നവകേരള സർവേയിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സർവേ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്.